എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും ഫംഗ്ഷൻ ചെയ്യുന്നത് അടിപൊളിയായിട്ടാണ്, വേറെ ലെവലാണ്. നിങ്ങൾ നന്നായിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുകയില്ല, ശരിയല്ലേ? പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇത് മതിയോ? നമ്മളിത് മതി എന്ന് പറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് കംഫോർട്ട് സോൺ. ഈ നിമിഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അടുത്ത നിമിഷം എനിക്ക് പെർഫോം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത്? പോസിറ്റീവ് കംഫോർട്ട് സോൺ വരുന്നത്. ഇവിടെ ആർക്കെങ്കിലും ഏതിലെങ്കിലും കുറവ് കിട്ടിയെങ്കിൽ, ലോയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കണം, ഞാൻ മാറണോ വേണ്ടയോ? എല്ലാവർക്കും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് കൗൺസിലിംഗിൽ വരുന്ന ആൾക്കാരോട്, തലമുടി കൊഴിച്ചിലുണ്ടോ? ഉണ്ട് സാറേ. താരനുണ്ടോ? ഉണ്ട് സാറേ. നെഞ്ചിടിപ്പിടയ്ക്ക് കൂടാറുണ്ടോ? ഉണ്ട്. ലേഡീസിനോട്, നിങ്ങളുടെ മെൻസസ് അത് റെഗുലറാണ് ഇറഗുലറാണ്? ഇറഗുലറാ സാറേ. ബോഡി പെയിൻ ഉണ്ടോ? ഓ വല്ലാതെ ഉണ്ട്. കരച്ചിൽ വരാറുണ്ടോ? ഉണ്ട് സാറേ, എന്നും കരയാനേ നേരമുള്ളൂ. നെഗറ്റീവ് തോട്ട്സ്? അയ്യോ ഒരുപാടുണ്ട് സാറേ. സൂയിസൈഡ് തോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സാറേ. കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതേ ഉള്ളൂ സാറേ, എന്റെ ജീവിതം ഫെയിലിയറാണ്. ഇനി ഭാവിയെ കുറിച്ച് ഒരു ഹോപ്പുമില്ല സാർ. വീട്ടിൽ കെട്ടിയവനുമായിട്ട് എന്നും ഉടക്കാം സാർ. ഇറിറ്റേഷൻ ആണോ? വല്ലാത്ത ഇറിറ്റേഷൻ സാർ. കല്യാണം കഴിഞ്ഞതാണ്? അതെ. സെക്ഷൽ റിലേഷൻഷിപ്പ് ഒരുപാട് കാലമായി സാർ. അപ്പൊ ഞാൻ പറയും, സാരമല്ല പേടിക്കണ്ട, 10 ദിവസം കൊണ്ട് പോകും. ഡിപ്രഷന്റെ തുടക്കമാണ്. സീരിയസ്ലി, ഡിപ്രഷൻ ലക്ഷണങ്ങൾ 22 ലക്ഷണങ്ങൾ എന്റെ PhD എന്റെ അകത്ത്. അപ്പൊ പറഞ്ഞു വരുന്നത്, മാറിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? മാറണം, മാറിയേ പറ്റുള്ളൂ. നമ്മൾ ബലം പിടിച്ചിരുന്ന ഒരു കാര്യമില്ല. ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിലും വലിയ നന്മയൊന്നും വേറെ ഇല്ല സുഹൃത്തുക്കളെ. വിഷാദ രോഗം അടിക്കുന്നതാണ് പലപ്പോഴും എന്തിനു കാരണം? ആത്മഹത്യ ചെയ്യാൻ കാരണം, അറിയാമല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എന്താ സാർ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊന്ന് ചോദിച്ചാല് ചിലപ്പോ ആ മനുഷ്യൻ പറയും, സാധനമുണ്ടെന്നല്ലോ കേട്ടോ. അങ്ങനെ ഓക്കെ, ചിലപ്പോ ആ മനുഷ്യൻ പറയും. ആ മനുഷ്യൻ പറയുന്നതോടുകൂടി എന്ത് സംഭവിക്കും? പ്രശ്നം സോൾവ് ആകും. ക്ലിയർ? അപ്പൊ ഇങ്ങനെയും കൂടി ഒരു പ്രാക്ടീസ് ഓഫീസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്യൂട്ടി നമുക്കുണ്ട് ആക്ച്വലി, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞിട്ട് എന്റെ പാർട്ടിസിപ്പൻസിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയോ? അവർ പറയുന്നുണ്ടോ ഞാൻ ഇറങ്ങി പോകുമ്പോൾ ഞാനൊരു നല്ല ട്രെയിനർ ആണെന്ന്? സെയിം ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. നിങ്ങളെന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനിലെ സ്റ്റാഫ് ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ ഫേസ് 1-ലോ ഫേസ് 2-ലോ ഫേസ് 3-ലോ ഫേസ് 4-ലോ ഒക്കെ നടക്കുന്ന സമയത്ത് അയാൾ ടെക്നോ പാർക്കിന്റെ സ്റ്റാഫാണ്, അയാൾ കൊള്ളാമെന്ന് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അപ്പൊ 2 പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തോളെ കയറ്റി നിൽക്കണം. 2 സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തോളെ കയറ്റി നിൽക്കണം. ഒരാണും പെണ്ണും കൂടെയാണ് വന്നെങ്കിൽ ലേശാകുന്ന നിൽക്കണം. ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. 1 2 3 സ്റ്റാർട്ട്. ഗോ ഗോ ഗോ. 1 ഞാൻ ഹാപ്പി ആയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നിങ്ങളുടെ എനർജി സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത എനർജിയാണ്, അടിപൊളി, സന്തോഷമായി. ഓക്കെ, വീണ്ടും ആ വലത് കൈ നിർത്തുകയും ഓക്കെ, എന്നിട്ട് വലത് സൈഡും ഇടത് സൈഡും നിൽക്കുന്ന ആളുടെ വീണ്ടും തുളന്നിട്ട് എന്ത് സംഭവമാണ് നീ, എന്ത് സംഭവം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ രീതിയിൽ മറക്കുന്നത്, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ താങ്ക് യു ഒക്കെ നമ്മൾ പറയും, ഒരു തട്ട് കൊടുത്താൽ സോറി ഒക്കെ ചിലപ്പോഴൊക്കെ പറയും. പക്ഷെ നമ്മൾ കൊള്ളാടാ നീ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്നെക്കാളും ബെറ്റർ ആയിട്ട് നീ ആയതിന്റെ പേരിലല്ലേ ഞാൻ കൊള്ളാന്ന് പറയുന്നത്. അത് പറയാൻ ഭയങ്കര പ്രശ്നമാണ്. അയ്യോ. അപ്പൊ ഇന്ന് വന്ന് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാലോ, നമ്മൾ ഇന്നും കേട്ടിട്ടുള്ളതാണ്, സോറി പറഞ്ഞാല് പല പ്രശ്നങ്ങളും തീരും, ഒരു താങ്ക് യു പറഞ്ഞാല് ഒരുപാട് സന്തോഷമാവും, നീ മിടുക്കനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അയാള് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാ. ഇനി നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ആ കൂടെ പോകും. ആരാന്ന് ഞാൻ പറഞ്ഞില്ല, ശരിയല്ലേ? സത്യം. അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ അങ്ങനെയുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, എന്താ നീ ആ കൂടെ പോകാൻ കാരണം? ഒന്നുമില്ല സാറേ. ഒരു നന്ദി പറയുക, ഒരു താങ്ക് യു പറയുക, ഒരു കൺഗ്രാജുലേഷൻ പറയുക, ചെയ്യത്തില്ല. പിന്നെ ഞാനിത് കൂടെ വയ്ക്കുന്നത് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ വന്നു, ആ കൂടെ പോയി. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6, നമ്പർ 7, ഡ്യൂട്ടി സ്നേഹം ചാലിച്ച് അർത്ഥം പറഞ്ഞു ചെയ്യുന്നു. ഒരമ്മ എന്തുകൊണ്ടാണ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? അമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് ആരോടും ഒരു പ്രാക്കും പ്രാകാതെയാണ് കുക്ക് ചെയ്യുന്നത്. ഭയങ്കര സ്നേഹത്തോടു കൂടി സാധനം കുക്ക്. മക്കൾക്ക് കിട്ടിയാലാണേ ആ സ്നേഹത്തോടെ അർത്ഥം അറിയുന്നു. ഞാനിത് എനിക്ക് ഇതിന്റെ അകത്തൊരു മീനിങ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ഹാർഡ് വർക്കും, രണ്ടാമത്തേത് സ്മാർട്ട് വർക്കും. പലപ്പോഴും ചില ആൾക്കാർ ഒരു രക്ഷയില്ലാത്ത ഹാർഡ് വർക്കാണ്. സിഇഒ ഇറങ്ങി പോകാൻ നേരത്ത് എന്ത് ചെയ്യും? എല്ലാവരും വർക്കാന്ന് അറിയാമോ? ഒരു രക്ഷയില്ലാത്ത വർക്കായിരിക്കും. ഇവിടുത്തെ സംഭവം അല്ല പറഞ്ഞത്. ആ കൃത്യം ഇറങ്ങി വന്ന് സിഇഒനോട് അങ്ങോട്ട് കടന്നു പോകില്ലേ, ആ സമയത്ത് അസാധ്യ വർക്കായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു മരിച്ചവരുമായിട്ട് യാതൊരു ബന്ധമുള്ള സംഭവമല്ല പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടുള്ളതാണ്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമായിരുന്നു എന്റെ ഓർഗനൈസേഷനിലൊക്കെ. കമ്പ്യൂട്ടർ സ്ക്രീൻ മുകളിലോട്ട് പൊക്കും, താഴോട്ട് പൊക്കുന്നു, മുകളിലോട്ട് പൊക്കുന്നു, അടുത്ത് പോയി നോക്കി അറിയാം ഒന്നും ചെയ്യുന്നില്ല എന്നറിയാം. അത് വെറും ഒരു ഹാർഡ് വർക്ക്. എന്തിനു വേണ്ടിയിട്ട്? ആരൊക്കെയോ പ്ലീസ് ചെയ്യാൻ, ആരൊക്കെയോ സന്തോഷിപ്പിക്കാനുള്ള ഹാർഡ് വർക്ക്. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് സ്മാർട്ടായിട്ട് എത്ര പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാം, അത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് കൃത്യസമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുക. ആവറേജ് ഐക്യു ഉള്ള, ആവറേജ് ഇക്യു ഉള്ള എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട്? ലീഡർഷിപ്പ് കപ്പാസിറ്റി. ഈ ക്വാളിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഷാർപ്പൺ ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? മറ്റു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്. എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ട്. ലീഡർ മാത്രമേ കണ്ണു തുറന്നു പിടിക്കാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരും കണ്ണടയ്ക്കണം. കൈവിടാൻ പാടില്ല. എല്ലാവരും ഇവിടെ പ്രശ്നമുണ്ട്. ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പെമ്പച്ചൻ ഇപ്പൊ ഉള്ളത്, ഇപ്പൊ കല്യാണം കഴിച്ചു. ഓക്കെ, അപ്പൊ ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഇതിന് മുമ്പ് 4 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 4 തേച്ചിട്ട് പോയി. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് യുവമാരോടുള്ള കലിപ്പ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ രാത്രിയിൽ ഈ കലിപ്പ് വന്നിട്ട് എടുത്ത് അടിക്കും. ആകട്ട് എട്ടിയോരുണ്ട്. അപ്പൊ ഇയാൾക്ക് അറിയില്ല എന്താ ഈ അടിയുടെ രഹസ്യം. കൊണ്ടുപിടുത്തം കിട്ടുന്നില്ല. ആകപ്പാടെ പ്രശ്നം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്റെ അടുത്ത്. അപ്പൊ എന്നോട് ഞാൻ റാപ്പ് വെഡിങ് ഒക്കെ നടത്തി കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു യുവമാരുടെ കലിപ്പാണ്, അത്രയ്ക്ക് കലിപ്പാണ്. എന്നിട്ട് ഈ 4 സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തു കളഞ്ഞു. അത് എടുത്തു കളയുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. എങ്ങനെയാണെന്ന് പറയാല്, എന്താന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ കൂടെ ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കറങ്ങിയ സ്ഥലം മുഴുവൻ എന്ത് ചെയ്യണം? ഓർമ്മയിൽ എടുത്തു കളയാം. അതൊരു പ്രോസസ്സാ. അല്ലെങ്കിൽ നോർമൽ രീതിയിലുള്ളതാണെങ്കിൽ 5 മിനിറ്റ് വരും. പിന്നെ ഓർമ്മ വന്നാലേ അതൊക്കെ സിൻസിയർ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ, പിന്നെ അതായത് ഡീസെൻസിറ്റൈസ് ചെയ്യാന്ന് പറയും. ഡീസെൻസിറ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കട്ടി കുറയ്ക്കുക. പിന്നെ അത് ഓർമ്മ വന്നാൽ നമുക്ക് അഫക്റ്റ് ആവില്ല.
എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്രൗഡ് ഫീൽ ചെയ്തില്ല, ഈ ശബ്ദം ഫീൽ ചെയ്തില്ല. എക്സ്ട്രാ ഓർഡിനറി പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ആ എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടാവും. ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരാൾ ഒരു വലിയ വീട് വെച്ചു, എന്തായിരിക്കും സാധാരണ മലയാളി പറയുക? പണത്തിന്റെ പുളിപ്പ് കണ്ടില്ലേ, അവൻ ഉണ്ടാക്കാൻ കണ്ട സാധനം എന്തൊരു വേസ്റ്റാ. നോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീടുണ്ടാവില്ല. കാരണം ഈ പ്രപഞ്ചം പറയും, ഇവന് ദാരിദ്ര്യമാണ് എപ്പോഴും ഇഷ്ടം. ഓക്കെ, ദാരിദ്ര്യം സംഭവിക്കട്ടെ, ദാരിദ്ര്യം സംഭവിക്കട്ടെ, പ്രപഞ്ചം കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വലിയ നിലയിൽ എത്തണമെങ്കിൽ മറ്റുള്ളവർ വലിയ വീട് വാങ്ങുമ്പോഴും മറ്റുള്ളവർ വലിയ കാറ് വാങ്ങുമ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ആ കാറിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക, കാറിന്റെ അകത്ത് കയറിയിട്ട് അത് എൻജോയ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം പ്രപഞ്ചം പറയും, ഇവന് കൊള്ളാലോ, ഇവന് കൊടുത്താലോ, ഇവന് ഭയങ്കര ഇഷ്ടമായല്ലോ. അപ്പൊ എന്ത് ചെയ്യും? കിട്ടിക്കൊണ്ടേയിരിക്കും. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഏതൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പും അത് ഭംഗിയായിട്ട് നടക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യാവുള്ളൂ? ആ പ്രോജക്റ്റ് തുടങ്ങാവുള്ളൂ. ഈ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ഞാൻ എണീറ്റ സമയത്ത് ഈ ട്രെയിനിങ് പ്രോഗ്രാം അടിപൊളിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫിനിഷ് ആവുന്നത് മനസ്സിൽ കണ്ടാണ് ഈ സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത്രയുള്ളൂ, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. എക്സസൈസ് നിർബന്ധമാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എക്സസൈസ് ചെയ്യാത്ത ഒരു ജീവിയും ലോകത്തില്ല. ബോയിലർ കോഴി ഒഴിച്ച് ബാക്കി എല്ലാ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന ഏക ജീവി കേരളത്തിലെ മനുഷ്യരാണ്. വെച്ചല്ലോ, അതിന്റെ ചുമ്മാ ഇരുന്നേ, കാല് നിലത്ത് ഉറച്ചിരിക്കണം, ചുമ്മാ ഇരിക്കണു, അങ്ങനെ കുത്തിയിരുന്നേ, കുഴപ്പമില്ല. ഹലോ. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് ഇത്ര ആയിരിക്കണം. അതായത് ഞാനൊരു 10 ദിവസം നന്നായിട്ട് അങ്ങോട്ട് എക്സസൈസ് ചെയ്യും, എന്നിട്ട് ഈ പ്രാക്ടീസ് ഒക്കെ അങ്ങോട്ട് ചെയ്യും, സിറ്റപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യും, എന്നിട്ട് എന്റെ കാലിന്റെ ബലം ഞാൻ കൂട്ടുന്നൊരു തീരുമാനം എടുക്ക്. എക്സസൈസ് ചെയ്താൽ ബോഡി ഫിറ്റ് ആയാൽ മൈൻഡ് ഫിറ്റ് ആവും. ബോഡിയും മൈൻഡും കൂടെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ മിക്ക രോഗങ്ങളും ഇല്ലാതാവും. ആർ യു റെഡി? വിൽ യു ഡു ദാറ്റ്? ഓക്കെ, അതാണ് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള അടുത്ത ടെക്നിക്ക്. One, 2, 3, കണ്ണടച്ച് 4, 5, 6, 7, 8, 9, 10 റിലീസ്. കണ്ട എന്തൊരു സാധനം ചാടിപ്പോയില്ലേ? ഇതിനാണ് ബാധ ഒഴിയുക. എന്ത് പറയുന്നത്? ഓക്കെ, ശരി. ഈ ഒരു സംഭവത്തിന്റെ അത് കാണുന്നത് എന്താ? 2, ഒരാണും പെണ്ണും. അത് കാണും. ഓക്കെ, പിന്നെ പുഴ, പിന്നെ ഉണക്ക മരം, കല്ല് കൂട്ടിയിട്ടിരിക്കുന്നത്. എങ്കില് ഈ 2-3 പേര് ശരിയാണ്. ഇവിടെ ഒരു കൊച്ചുണ്ട്, ഇതതിന്റെ തല ഉണ്ടോ, ഇതതിന്റെ മൂക്ക്, അത് കൈ ഉണ്ടോ, അതിന്റെ വയറ്, കാല്, ഇതിങ്ങനെയാ ഉണ്ടോ. അവിടെ ഒരു കൊച്ചുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതും കാണാൻ ശ്രമിക്കുന്നതും വളരെ ജനറലായിട്ടാ. എന്നാല് ചേഞ്ച് ദ വേ യു തിങ്ക് ആൻഡ് സീ, ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കേണ്ടത്. ഇന്നു മുതല് ടെക്നോ പാർക്കിലെ മിടുക്കന്മാരും മിടുക്കുകളും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. എന്താണ്? ചേഞ്ച് ദ വേ യു തിങ്ക് ആൻഡ് സീ. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. എന്റെ ഓർഗനൈസേഷന് ചുക്കുകൾ വരേണ്ടെങ്കിൽ ഞാനത് തുടയ്ക്കും. എന്റെ ഓർഗനൈസേഷനെ തളർക്കാൻ ഞാൻ ആരെ കൊണ്ടും സമ്മതിക്കുന്നത്. എന്റെ ഓർഗനൈസേഷനാണ്, എനിക്ക് കഞ്ഞി തരുന്ന ഓർഗനൈസേഷനാണ്, എനിക്ക് വില തരുന്ന ഓർഗനൈസേഷനാണ്. അങ്ങനെ അതിനെ ഒന്ന് മാറ്റി ചിന്തിക്കുക. के संभल सकता हूं मैं।